ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ എല്ലായ്പ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാത്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ചില സമയത്ത് നമുക്ക് മാത്സ് അറിയില്ലെങ്കിലും ചില ലോജിക്കുകൾ വെച്ച് തന്നെ നമുക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റും കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ വെവ്വേറെ ഡിഫറെൻറ്റ് ആംഗിളിലൂടെ വേണം മാത്സിലെ ക്വസ്റ്റ്യൻസുകളെല്ലാം അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യനെ കുറിച്ചുള്ള നമ്മൾക്കുള്ള അറിവ് വളരെ അഗാധമായിരിക്കും. അതുപോലെ തന്നെയുള്ള ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും അതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ഈസിയായി ചെയ്യാൻ ആ ഒരു അപ്രോച്ച് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ നേരെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/3 1/2 ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നത് 1/6, 4/7, 2/5, 2/3 ഇങ്ങനെ ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഒരു ആപ്പിൾ തന്നിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്കൊരു ആപ്പിൾ തന്നിരിക്കുകയാണ്. ആ ഒരു ആപ്പിൾ നമ്മൾ എന്ത് ചെയ്തു, 1/3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. വേറൊരു ആപ്പിൾ കിട്ടി, നമ്മൾ 1/2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു ആപ്പിളിനെ 1/2 വിഭജിക്കുന്നത് അത് കുറച്ചും കൂടി വലിയ പീസാണ് നമുക്ക് കിട്ടുക. അതേസമയം 1/3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അത് കുറച്ച് ചെറുതായിരിക്കും പീസ് കിട്ടുക. ഈ ഒരു ആപ്പിളിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താലോ അത് 1/3 ചെറുതായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ആ ഒരു ആപ്പിളിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിലോ അതിനേക്കാൾ കമ്മിയായിരിക്കും. നമ്മളതൊരു ആപ്പിളിനെ 6 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാലോ അപ്പോൾ നമുക്ക് കിട്ടുന്ന പീസ് വളരെയേറെ ചെറുതായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 1/6 എന്ന് പറയുന്നത് 1/3 1/2 ഇടയിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ നോക്കുകയാണ്, എനിക്ക് 2 ആപ്പിൾ തന്നിട്ടുണ്ട്. ഈ 2 ആപ്പിളിനെ ഞാൻ 6 ആയിട്ട് വിഭജിച്ചാലും നമുക്ക് ഒരു ആപ്പിളിനെ 3 ആയിട്ട് വിഭജിച്ചാലും നമുക്ക് കിട്ടുന്നത് ഒരേപോലെയാണല്ലോ കിട്ടുക. അപ്പോൾ 2/6 = 1/3 എന്ന് എഴുതാം. അതായത് ഈ 1/3 മേലെയും താഴെയും 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഒരേ സംഖ്യ ആയിരിക്കും കിട്ടുക. അതായത് 2/6 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ എത്രയായിരുന്നു? 1/3 1/2 ഇടയിലുള്ള സംഖ്യയാണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 1/3 നമ്മൾ എന്ത് എഴുതി? 2/6 എന്ന് എഴുതി. ഇനി 1/2 എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ 2 ആപ്പിളിനെ 4 ആയി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 1/2 ഇക്വലന്റ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ 2/6 എഴുതി, 2/4 എഴുതി. ഇതിൻ്റെ ഇടയിൽ ഞാൻ എഴുതുകയാണ് 2/5 എന്ന് എഴുതുകയാണ് വയ്ക്കാം. ഞാൻ എന്ത് ചെയ്തു? മേലെയുള്ള സംഖ്യ ഒന്നും ചെയ്തില്ല, മേലെ ഞാൻ 2 ആപ്പിൾ തന്നെ ചെയ്തു. നിങ്ങൾ 6 4 ആയിട്ടും ഡിവൈഡ് ചെയ്തതിന് പകരം എനിക്ക് 5 പീസായിട്ട് 2 ആപ്പിൾ ഞാൻ ഡിവൈഡ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ എനിക്ക് കിട്ടുക ഈ 2നും ഇടയിലുള്ള ഒരു ഭാഗമായിരിക്കുമല്ലോ കിട്ടുക. അതായത് ആ പാർട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ 2/6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെയും 2/4 ഇടയിലായിരിക്കുമല്ലോ കിട്ടുക. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ 2/6 2/4 ഇടയിലുള്ള സംഖ്യ എന്ന് പറയുന്നതാണ് 2/5 അല്ലെങ്കിൽ 2/5 2/5.5 2/5 2/4.5 ഇവയെല്ലാം ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായല്ലോ. നമ്മൾ മേലുള്ളതിന് അങ്ങനെയും വെച്ചു, താഴെയുള്ള സംഖ്യ മാത്രം ഓരോന്ന് കുറച്ചിട്ടാണ് വന്നത്. അപ്പോൾ 2/4 വലുതാണ്, 2/5 അതിനേക്കാൾ താഴെയാണ്, 2/6 2/5 ചെറുതാണ്. അതായത് 2 ആപ്പിളിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ വലിയ പീസായിരിക്കും 2 ആപ്പിളിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക. അതേ ഇത് തന്നെയാണ് 2/5 വലുതായിരിക്കും 2 ആപ്പിളിനെ 5 ആയി വിഭജിക്കുന്നതിനേക്കാളും വലുതായിരിക്കും 2 ആപ്പിളിനെ 4 ആയിട്ട് വിഭജിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് നേരെ ഓപ്ഷൻ സി കറക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഓപ്ഷൻ ഡി നോക്കുക. അപ്പോൾ നമുക്ക് തന്നിരുന്നു 2/6 ചെറുതാണ്, 2/5 ചെറുതാണ്, 2/4. ഇനി നമ്മൾ എഴുതണ്ടേ 2/3. അപ്പോൾ 2/3 എന്ത് എഴുതുക? ഇവിടെ 2 മേലുള്ളത് അങ്ങനെ എഴുതി, 4ൻ്റെ എന്ത് എഴുതി? ഒന്ന് കമ്മിയാക്കി 3 എഴുതി. അപ്പോൾ 2 ആപ്പിളിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? 2/4 വലിയൊരു സംഖ്യ ആയിരിക്കും കിട്ടുക. അപ്പോൾ 2/3 എന്ന് പറയുന്നത് 2/4 2/6
വെളിയിൽ ഔട്ട്സൈഡ് നിൽക്കുന്ന സംഖ്യയായിട്ടാണ് കിട്ടുക. 2/4 വലുതായിരിക്കും 2/3. അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റാണ് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു 1/3 1/2. ഇനി ഞാൻ 4 ആപ്പിളാണ് തരിക വയ്ക്കുക. അപ്പോൾ 4 ആപ്പിൾ ഞാൻ 12 ഡിവൈഡ് ചെയ്താലും 4 ആപ്പിളിനെ 8 ഡിവൈഡ് ചെയ്താലും നമുക്ക് 1/3 1/2 കിട്ടുമല്ലോ. അല്ലെങ്കിൽ ഞാൻ പറയാം, ഭിന്നസംഖ്യയുടെ മുകളിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഭിന്നസംഖ്യയുടെ താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 × 4 4, 3 × 4 12, 1 × 4 4, 2 × 4 8. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള സംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള സംഖ്യ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? 4/12 ഉണ്ടാകും, 4/11 ഉണ്ട്, 4/10 ഉണ്ട്, 4/9 ഉണ്ട്, 4/8 ഉണ്ട്. ഇവയെല്ലാം എന്താണ്? ഇതിൻ്റെ അടിയിലുള്ള സംഖ്യയാണ്. അതായത് 4/12 ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും, അതിനേക്കാൾ വലുതായിരിക്കും 4/11, അതിനേക്കാൾ വലുതായിരിക്കും 4/10, അതിനേക്കാൾ വലുതായിരിക്കും 4/9, അതിനേക്കാൾ വലുതായിരിക്കും 4/8, അതിനേക്കാൾ വലുതായിരിക്കും 4/7. നമ്മൾ ഓപ്ഷൻ ബി നോക്കൂ, 4/7 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ ബിയും എന്താണ്? ഭിന്നസംഖ്യയുടെ വെളിയിലാണ് കിടക്കുന്നത്. അതായത് 4/12ൻ്റെയും 4/8ൻ്റെയും വെളിയിൽ, അതായത് 1/3യുടെയും 1/2ൻ്റെയും വെളിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയും നമുക്ക് തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബിയും എടുക്കാതെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമുക്ക് ഒന്നാമത്തെ മെത്തേഡാണ്. ഇനി നമുക്ക് ഇതേ തന്നെ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെ ചെയ്യാം? നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നേരെ ഇത് ചെയ്യാം. അതായത് ഹരിച്ച് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ആപ്പിളിനെ നമ്മൾ 2 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഹാഫായി കിട്ടും. അപ്പോൾ എത്ര എഴുതാം? 0.5 എന്ന് എഴുതാം. ഇനി 1/3 ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് കിട്ടും 0.33 എന്ന് കിട്ടും. ഇനി 1/6 പറയുമ്പോൾ എത്ര കിട്ടുക? 0.33യുടെ പകുതി കിട്ടുക, അതായത് 0.167 ആ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ 1/6 തെറ്റാണ് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ 4/7. 4/7 പറയുമ്പോൾ എത്ര വരും? 40/7 ചെയ്തു. അപ്പോൾ എത്ര വരും? 0.535. 0.5നേക്കാൾ വലിയ സംഖ്യയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ 4/7 അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത 2/5. 2/5 എത്രയാണ്? 2/5 പറയുന്നത് 0.4 ആണ്. അപ്പോൾ മനസ്സിലായി 0.5ൻ്റെയും 0.33യുടെയും ഇടയിലാണ് 0.4 എന്ന് മനസ്സിലായി. അപ്പോൾ 2/5 നമുക്ക് കറക്റ്റ് ഓപ്ഷനായിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ വെച്ചാൽ നമുക്ക് പിന്നെയും ഉണ്ട് ഐഡിയ. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് തന്നിരിക്കുന്നത് 1/3യും 1/2ഉം ആണ് തന്നിരിക്കുന്നത്. 1/3യും 1/2ഉം ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഓപ്ഷൻ എടുത്ത് 1/6. 1/6 അറിയാം, നമ്മൾ ഒരാപ്പിളിനെ 6 കട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ചെറുതായിരിക്കും കിട്ടുക എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 1/6 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അടുത്തത് 4/7 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ മേലെയും താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 4 വരും. 4/12 എന്ന് കിട്ടും. 1/2നെയോ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 4/8 എന്ന് കിട്ടും. അപ്പോൾ 4/12നും 4/8നും ഇടയിലുള്ള സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 4 എന്നുള്ള ഇത് കോമൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിലുള്ള, അതായത് ഛേദം മാത്രം ഒന്ന് കുറച്ചാലാണ് നമുക്ക് ഇതിനിടയിലുള്ള സംഖ്യകൾ വരിക. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം? 4/7 ഇതിന് വെളിയിലാണ് എന്ന് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവും. അങ്ങനെ 4/7 വെളിയിലാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ 1/3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മേലെയും താഴെയും ഒരേപോലെ സംഖ്യകൾ കൊണ്ട് ഭിന്നസംഖ്യ മൾട്ടിപ്ലൈ ചെയ്താൽ ആ സംഖ്യയ്ക്ക് വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ എത്ര വരും? 1/2ന് 2/6 എന്ന് വരും. 1/2നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2/4 എന്ന് വരും. അപ്പോൾ 2/6നും 2/4നും ഇടയിലുള്ള സംഖ്യ അതെന്താ പറയുക? 2/5 എന്ന് വരും. നമ്മൾ മേലെ അംശത്തിന് ഒന്നും ചെയ്യുന്നില്ല, ഛേദത്തിലെ വാല്യൂ മാത്രം ഒന്ന് കമ്മിയാക്കി. നമ്മൾ ഛേദത്തിലെ വാല്യൂ കമ്മിയാക്കുന്ന സമയത്ത്, അതായത് ഡിനോമിനേറ്ററിലെ വാല്യൂ കമ്മിയാക്കുന്ന സമയത്ത് ഹോൾ വാല്യൂവിൻ്റെ സംഖ്യ എന്തായിരിക്കും? ഇൻക്രീസ് ആവും. നമ്മൾ a/b ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. a/b എന്നുള്ള സംഖ്യ തരികയാണ്. അപ്പോൾ ഈ ബിയുടെ വാല്യൂ നമ്മൾ കമ്മിയാക്കും തോറും ഈ സംഖ്യയുടെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് കൂടും. ഇനി ബിയുടെ വാല്യൂ കൂടിയാൽ എന്താവും? എയുടെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് കമ്മിയാവും. ക്ലിയർ ആവുണ്ടല്ലോ? ബിയുടെ വാല്യൂ കൂടുന്തോറും മൊത്തം വാല്യൂ കമ്മിയാവും, ബിയുടെ വാല്യൂ കുറയും തോറും മൊത്തം വാല്യൂ കൂടും. ഇനി അതേപോലെ a/b
എയുടെ വാല്യൂ കൂടുന്തോറും എന്താ സംഭവിക്കുക? മൊത്തം വാല്യൂ കൂടും. ന്യൂമറേറ്ററിന്റെ വാല്യൂ കൂടുന്തോറും മൊത്തം വാല്യൂ കൂടും. ഇനി ന്യൂമറേറ്റർ വാല്യൂന്റെ കമ്മിയാകുമ്പോൾ എന്ത് സംഭവിക്കും? മൊത്തം വാല്യൂ കമ്മിയാവുകയും ചെയ്യും. അപ്പോൾ സി ആണ് നമുക്ക് ഓപ്ഷൻ കിട്ടുക എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8 + 3 × 2 - 4/2 + 6ന്റെ വില എത്ര? അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ബോർഡ് മാസ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇതിൽ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ആണ് ഫസ്റ്റ് ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യും? 4/2. 4/2 ഹരിക്കുമ്പോൾ എത്ര വരും? 2 വരും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അടുത്തത്. 3 2 6 വരും. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ അഡീഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 8 + 6 14 വരും. -2 + 6. അപ്പോൾ 2 + 6 8 എന്ന് എഴുതാൻ പറ്റില്ല. 14 - 2 12 + 6 18. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് -2 + 6 ഒന്നിലെ -2 + 6 കൂട്ടണം. അപ്പോൾ -2 + 6 പറഞ്ഞാൽ 4. അങ്ങനെ ചെയ്യാം. 18. അല്ലാതെ 2 + 6 ചെയ്തിട്ട് അതിന് മൈനസ് കൊണ്ട് ചെയ്യരുത്. അത് ആൻസർ തെറ്റാക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 14 8 + 6 14 - 2. ഈ പ്ലസിന് -2 + 6 എന്ന് എടുക്കുക. അപ്പോൾ 6 - 2 4 എന്ന് വരും. അപ്പോൾ 14 + 4 18. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഒരിക്കലും 14 - 2 + 6 6 2 8 എന്നിട്ട് 14 - 8 ചെയ്തിട്ട് 6 അങ്ങനെ ചെയ്യരുത്. അത് തെറ്റാകും. അത് ഓർത്ത് ചെയ്യുക. ഈ സബ്ട്രാക്ഷനും അഡീഷനും ചെയ്യുന്ന സമയത്ത് വാല്യൂസിൻ്റെ സൈൻ നോക്കിയിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ എത്ര? അപ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ശതമാനത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു 100% സംഖ്യ എടുക്കാം. അപ്പോൾ 100% എന്ന് പറയുന്നത് 100 ആണ് വയ്ക്കാം. അപ്പോൾ ആ ഒരു സംഖ്യയുടെ 30% പറയുമ്പോൾ എത്രയായിരിക്കും? 30 ആയിരിക്കും. ഇനി ആ സംഖ്യയുടെ 70% പറയുമ്പോൾ എത്രയായിരിക്കും? 70 ആയിരിക്കും. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 40 ആണ്. അപ്പോൾ 40% ഓഫ് സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 40% ഓഫ് സംഖ്യ എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ 60/40 × 100 ചെയ്താൽ മതി. അപ്പോൾ 60/40 എത്ര വരും? 3/2 വരും. 3/2 എന്ന് പറയുന്നത് എത്രയാണ്? 1.5. 1.5 × 100 എത്ര വരും? 150 വരും. അപ്പോൾ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 150 ആണ് ആൻസർ. അപ്പോൾ ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ എത്ര എന്ന് പറയാൻ നമുക്കിത് വേറൊരു കൺസെപ്റ്റിലും ചെയ്യാം. സപ്പോസ് ഇതൊന്നും ആലോചിക്കാതെ നമ്മൾ 40% കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? എക്സിൻ്റെ 70%. നമുക്കറിയാത്ത കാര്യമാണ് എക്സ്. എക്സിൻ്റെ 70% മൈനസ് എക്സിൻ്റെ 30% എന്ന് പറയുന്നത് 60 ആയാൽ സംഖ്യ എത്ര? അപ്പോൾ ഇങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് എന്താണ്? ഈ 0 0 വെട്ടിപ്പോയി, ഇവിടെ 0 0 വെട്ടിപ്പോയി. അപ്പോൾ 1/10 x/10 എടുക്കാം. മൈനസ് ഇൻറ്റു 7 - 3 = 16 വരും. അല്ലെങ്കിൽ x = 4x 7 - 3 = 4. അപ്പോൾ 4x/10 = 16 വരും. അപ്പോൾ x = 60 × 10/4 എന്ന് വരും. അതായത് 150 എന്നുള്ള ആൻസർ വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഒരു സമചതുര സ്തൂപികയുടെ ചരിവ് ഉയരം 15 സെൻറ്റിമീറ്ററും പാദവക്ക് 12 സെൻറ്റിമീറ്ററും ആയാൽ സ്തൂപികയുടെ ഉയരം അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്തൂപിക വരയ്ക്കാം. ഒരു സമചതുര സ്തൂപികയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സമചതുരമായിട്ട് തന്നെ വിചാരിക്കുക. സമചതുര സ്തൂപികയാണ്. കറക്റ്റ് അല്ല, എന്നാലും വയ്ക്കാം. അപ്പോൾ അതിൻ്റെ പാദവക്ക് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ചരിവ് ഉയരം L
എത്ര തന്നിരിക്കുന്നത്? ഇത് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈറ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എത്ര ഹൈറ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ ഇതിന് ടോട്ടൽ എ എന്നെടുത്താൽ നമ്മുടെ ഹൈറ്റ് നമ്മുടെ പൈത്തഗോറസ് തിയറം അനുസരിച്ച് എന്താവും? L square is equal to h square plus a by 2 the whole square now. a by 2 എത്രയാണ്? 12/2 6 തന്നിട്ടുണ്ട്. സോറി 12/2 6. ലെങ്ത് ചരിവ് ഉയരം എത്ര തന്നിരിക്കുന്നത്? 15 സെന്റിമീറ്ററിന് തന്നിട്ടുണ്ട്. അപ്പോൾ h സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്താണ്? L സ്ക്വയർ മൈനസ് a by 2 the whole square ആണ്. അപ്പോൾ h ഇസ് ഇക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് L സ്ക്വയർ മൈനസ് a by 2 the whole square. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വരും? L സ്ക്വയർ 15 സ്ക്വയർ എത്രയാണ്? 15 സ്ക്വയർ മൈനസ് a by 2 എത്ര തന്നിട്ടുണ്ട്? 6 തന്നിട്ടുണ്ട്. അപ്പോൾ 6 സ്ക്വയർ എത്രയാണ്? 36. 15ന്റെ സ്ക്വയർ എത്രയാണ്? 15ന്റെ സ്ക്വയർ വരുമ്പോൾ 5ന്റെ സ്ക്വയർ 5 25 എഴുതി. 1 × 2 225 മൈനസ് 36 എന്ന് എഴുതി. 225 മൈനസ് 36 എത്ര വരും? 189 വരും. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? നമുക്ക് 9 കൊണ്ട് ഇത് നോക്കാം. 9 × 21 ഈക്വൽ ടു എത്ര വരും? 181 വരും. അപ്പോൾ 9ന്റെ റൂട്ട് വെളിയിലെടുത്ത് എത്ര വരും? 3√21 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത്? നമുക്ക് ചരിവേരും തന്നിട്ടുണ്ട്, എൽ എന്ന് തന്നിട്ടുണ്ട്, പാദവക്ക് എ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി a by 2. അപ്പോൾ h സ്ക്വയർ പ്ലസ് a by 2 the whole square is equal to L സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നിന്നും h നമുക്ക് എന്ത് കിട്ടും? h സ്ക്വയർ is equal to റൂട്ട് ഓഫ് L സ്ക്വയർ മൈനസ് a by 2 the whole square വരും. h is equal to റൂട്ട് ഓഫ് L സ്ക്വയർ മൈനസ് a by 2 the whole square. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 3√21 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താണ്? ഒന്ന് 15, 25 അങ്ങനെയുള്ളതിൻ്റെ സ്ക്വയർ വരുമ്പോൾ 5 അറ്റത്തായിട്ട് വരുന്ന സംഖ്യകളുടെ സ്ക്വയർ എന്ന് പഠിക്കാൻ 25 എഴുതുക. പിന്നെ അടുത്ത അക്കത്തിൻ്റെ അടുത്ത സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 1 ആകുമ്പോൾ 1 × 2 225. ഇവിടെ വന്ന സമയത്ത് 25 വെച്ചാൽ എന്ത് ചെയ്യണം? 2 × 3 തൊട്ടടുത്ത സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത അക്കത്തിന് തൊട്ടടുത്ത സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് അങ്ങനെ എഴുതുക. അപ്പോൾ 625 വരും. ഇങ്ങനെയാണ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20, 25, x, 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആവറേജ് വന്നിട്ട് 27 ആണ്. എന്നാൽ എക്സിൻ്റെ വില എത്ര? എന്നാൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സിൻ്റെ വില എത്ര? ഇത് നമ്മൾ നോർമലായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? 20 പ്ലസ് 25 പ്ലസ് എക്സ് പ്ലസ് 28 പ്ലസ് 32 ഹോൾ ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു എന്ത് വരും? 27 എന്ന് വരും. അപ്പോൾ 20 പ്ലസ് 25 പ്ലസ് എക്സ് പ്ലസ് 28 പ്ലസ് 32 ഇസ് ഈക്വൽ ടു 27 × 5. അപ്പോൾ എത്ര വരിക? 13.5. 27 2 കൊണ്ട് ആയിരിക്കും 13.5 × 10. അപ്പോൾ 135 വരും. 135 വരും. ഇതിൽ നിന്നും എക്സ് എത്ര വരും? ഇത് കമ്മിയാക്കുന്ന സമയത്ത് എത്ര വരും? 28 32 28 2 30 30 30 60 60 20 80 80 20 100 105. അപ്പോൾ 135 മൈനസ് 105 30 ആൻസർ വരിക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അപ്പോൾ ഇത് നമ്മൾ നോർമൽ മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ നമുക്കത് കൺസെപ്റ്റ് ബേസ് ചെയ്താലോ? അപ്പോൾ നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ 20, 25, എക്സ് 28, 32 ഈ 28, 32 എന്ത് ചെയ്യും? ആവറേജിനേക്കാൾ എത്രയൊക്കെ കൂടുതലാണ്? 1ഉം 5ഉം കൂടുതലാണ്. 20ഉം 25ഉം എത്ര കമ്മിയാണ്? 3ഉം 2ഉം കമ്മിയാണ്. 3അല്ല, സോറി, 7ഉം 2ഉം കമ്മിയാണ്. അപ്പോൾ 7ഉം 2ഉം 9. ഇവിടെ എത്ര വരുന്നുണ്ട്? 6 വരുന്നുണ്ട്. അപ്പോൾ 9 മൈനസ് 6 എത്ര വരിക? 3 ആണ് വരുന്നത്. അപ്പോൾ 3ഉം കൂടി എന്ത് ചെയ്യണം? നമുക്ക് കൂടുതൽ വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ടോട്ടലായിട്ടുള്ള കുറവ് എന്ന് പറയുന്നത് ആവറേജിനേക്കാൾ 3 കുറവാണ്. അപ്പോൾ ഈ ആവറേജ് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ എക്സിന് ആവറേജിനേക്കാൾ 3 വേണം. അപ്പോൾ എത്ര വരിക? എക്സിന് ആവറേജിനേക്കാൾ 3 വേണം പറഞ്ഞാൽ ആവറേജ് തന്നിട്ടുണ്ട് 27. അപ്പോൾ 27 പ്ലസ് 3 30. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 28 32 എത്രയാണ് ആവറേജിനേക്കാൾ കൂടിയിട്ടുള്ളത്? 1ഉം 28 1 ആയിട്ടും 32 5
32 27-നേക്കാൾ 5 കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം 20ഉം 25ഉം യഥാക്രമം 7ഉം 2ഉമായിട്ട് 27-നേക്കാൾ പിറകിലാണ്. അപ്പോൾ 7ഉം 2ഉം 9. അതേസമയം ഇവിടെയോ പോസിറ്റീവ് സൈഡിലോ 6 വരുന്നുണ്ട്. 1ഉം 5ഉം 6 വരുന്നുണ്ട്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3. അതായത് 27-നേക്കാൾ ആവറേജ് 3 കമ്മിയായിട്ടാണ് ഈ 4 സംഖ്യകൾ കൂടുമ്പോൾ ഉണ്ടാവുക. നമുക്ക് ആവറേജ് 27 ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ എക്സിന് ആവറേജിനേക്കാൾ 3 സംഖ്യ കൂടുതൽ വേണം. അങ്ങനെ 27 + 3 30. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്